അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അതിനൊന്നും വല്ല തർക്കമുണ്ടോ ആവോ? ഇങ്ങനെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞില്ല, ഇതുവരെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റഊഫുർ റഹീം എന്നൊക്കെ നബിനെ അള്ളാഹ് തന്നെ വർണ്ണിച്ചാണല്ലോ. അതുകൊണ്ട് അവർ തർക്കം വരാൻ സാധ്യത ഉണ്ടാവില്ല. ഏതായാലും ഇതാണ് പിന്നുള്ളത്. അതിൽ തർക്കം ഉന്നയിക്കാത്തതുകൊണ്ട്, ഉന്നയിക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് ഞാനവിടെ നിർത്താം. പിന്നെ വറുവിയ അനിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാല കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദമ ബിഅൽഫി ആം യുസബ്ബിഹു അല്ലാഹ ദാലിക അൻ-നൂർ വതുസബ്ബിഹു അൽ-മലായികതു ബിതസ്ബീഹിഹി ഫലമ്മാ ഖലഖ അല്ലാഹു ആദമ അലൈഹിസ്സലാം അൽഖാ ദാലിക അൻ-നൂർ ഫീ തീനതിഹി ഫഅഹ്ബതനി അല്ലാഹു ഫീ സുൽബി ആദം ഇലൽ അർള് വജഅലനി ഫി السفينة ഫീ സുൽബി നൂഹ് വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹീം അലൈഹിസ്സലാം حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط صلى الله على محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മങ്കൂസ് മൗലിദിൽ പറയുന്ന ഈ ഒരൊറ്റ ഹദീസാണ് ഇനി ആദ്യം ഉന്നയിക്കപ്പെടുന്ന ഹദീസിൽ ബാക്കിയുള്ള ഒരു റിവായത്ത്. ഓ റുബിയാനിൻ നബിയ്യി, നബിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നഹു കാല, തങ്ങൾ പറഞ്ഞു, കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദമ ബിഅൽഫി ആം. ആദമിനെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുൻപ് ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ഒളിവായിട്ട് നിൽക്കുകയായിരുന്നു. യുസബ്ബിഹുല്ലാഹ ദാലിക അൻ-നൂർ, എന്റെ ഒളിവ് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കും. മലക്കുകൾ ഈ തസ്ബീഹ് കേട്ടിട്ട് അവരും കൂടെ തസ്ബീഹ് ചൊല്ലും. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം, ആദമിനെ അള്ളാഹ് പടച്ചപ്പോൾ അൽഖാ ദാലിക അൻ-നൂർ ഫീ തീനതിഹി, എന്റെ ഈ ഒളിവിനെടുത്തിട്ട് അള്ളാഹു തആല ആദമിനെ കുഴച്ച മണ്ണിലേക്ക് കൂട്ടി. ഫഅഹ്ബതനി അല്ലാഹു ഫീ സുൽബി ആദം, അങ്ങനെ ആദം നബിന്റെ ഉടലിൽ കിടന്നിട്ട് ആദം നബി ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാനും കൂട്ടത്തിൽ ഇറങ്ങി. ആ കൂട്ടത്തിലുണ്ട് ഹിബിത്തൂന്നാളെ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി ഇറങ്ങിക്കോളി എന്ന് ആദം നബിയോട് പറയാനേ. അപ്പൊ കൂട്ടത്തിലുള്ളവരും കൂടി കൂടിക്കോളിന്നാ ഇറക്കി. വജഅലനി ഫിസ്സഫീനത്തി ഫീ സുൽബി നൂഹ്, നൂഹ് നബിന്റെ കപ്പലിൽ എന്നെയും അല്ലാഹു തആല ആക്കി നൂഹ് നബിന്റെ മുതുകിലായിക്കൊണ്ട്. വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹീം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ മുതുകിലും എന്നെ അല്ലാഹു ആക്കി. ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, മൂപ്പരെ തീയിലിടപ്പെട്ട സമയല്ലേ, അന്ന് നബി പോലുമല്ല. അന്നത്തെ കാലത്ത് ഇബ്രാഹിം നബിനെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിനെ തീയിലിട്ടപ്പോ ഞാനുണ്ട്. ഹദീസ് തന്നെ മതി ഇതിന് തെളിവ്, ആദ്യത്തിന് തെളിവ്. ആ കാലത്തുള്ളത് കൊണ്ട് ഫലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ, അങ്ങനെ മുന്തിയ മാന്യമായ മുതുകുകളിലൂടെ പരിശുദ്ധമായ സംസ്കൃതമായ നല്ല ഗർഭപാത്രത്തിലേക്കെന്ന വിധം എന്നെ അല്ലാഹു തആല നീക്കിക്കൊണ്ടേയിരുന്നു തലമുറകളിലൂടെ. ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ, എന്റെ മാതാപിതാക്കളിൽ നിന്ന്, അതായത് അബ്ദുല്ലാ ആമിന റളിയല്ലാഹു അൻഹുമാ, ഈ 2 പേരിൽ നിന്ന് അല്ലാഹു എന്നെ ഭൂമിയിലേക്ക് വെളിക്ക് കൊണ്ടുവന്നു. വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്, എന്റെ മാതാപിതാക്കൾ, തലമുറകളായിട്ടുള്ള മാതാപിതാക്കൾ ആരും വേണ്ടാത്ത തരത്തിലുള്ള ലൈംഗിക ബന്ധം പുലർത്തിയവരോ മോശത്തരത്തിലുള്ള ലൈംഗിക ചിന്തകളിലോ ഇടപെട്ടവരെ അല്ല. ഹലാലായ നിക്കാഹിൽ, സുന്ദരമായ ദാമ്പത്യത്തിലാണ് ഞാൻ പിറന്നതെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇതൊരു ലേശം അലോസരം സൃഷ്ടിക്കുക, വെറുപ്പ് സൃഷ്ടിക്കുക, നല്ല തറവാട്ട് കൂടെ അല്ലാതെ പിറന്നോൽക്കാകാനേ വഴിയുള്ളൂ. ഇത്രയല്ലേ വരാനുള്ളൂ. നല്ല തറവാട്ട് കൂടെ നല്ല ഗർഭപാത്രത്തിലേക്ക് വന്നു എന്ന് പറയുന്നതിനോട് ഒരാൾക്ക് അസൂയ തോന്നണമെങ്കിൽ അയാൾ അങ്ങനെ അല്ലാതിരിക്കണം. അപ്പൊ അയാൾക്ക് വേറുള്ളവരോടൊക്കെ ദേഷ്യ, ഇത് പറയുന്നവരോടൊക്കെ ഇങ്ങനെ ദേഷ്യം വന്നതല്ലാതെ ഈ റിപ്പോർട്ടിന്റെ പേരിൽ എന്തിനാണ് മങ്കൂസ് മൗലിദിനെ കുതിര കയറുന്നത്? ഓ റുബിയാനിൻ നബിയ്യി, നബിയെ തൊട്ട് ഇങ്ങനെ റിപ്പോർട്ടുണ്ട് എന്നല്ലേ മങ്കൂസ് മൗലിദിലുള്ളൂ. ഈ റിപ്പോർട്ട് ഉണ്ടാകല്ലേ വേണ്ടുള്ളൂ. പോരെ, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിന്റെ ബലാബലം പോലും പരിശോധിക്കേണ്ടതില്ല. ഒരു റുബിയാനിൻ നബിയ്യി, നബിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. റിപ്പോർട്ട് തരാം. ഇമാം അബൂ നുഐമിന്റെ ദലായിലുൻ നുബുവ്വ നോക്ക്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് കൃത്യമായി ഒരു ചെറിയ വാക്യം പോലും തെറ്റാതെ ഇതേ ഹദീസ് നിവേദനം ചെയ്തത് അബൂ നുഐം എന്നവരുടെ ദലായിലുൻ നുബുവ്വയിൽ കാണാം.
അബൂ നുഐമിന്റെ ദലായിലുൻ നുബുവ ഇമാമിയങ്ങൾ തലമുറകളായി അഷ്റഫുൽ ഖൽഖിന്റെ മുഅ്ജിസാത്തുകളും നുബുവത്തിന്റെ തെളിവുകളും പ്രമാണിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ബലപ്പെട്ട കിതാബാണ്. ആ കിതാബിൽ പറഞ്ഞ കൃത്യമായ ഇബ്നു അബ്ബാസിന്റെ ഹദീസിനെ റുവിയാനിൻ നബി എന്ന് മങ്കൂസ് മൗലിദ് പറഞ്ഞപ്പോഴേക്ക് മങ്കൂസ് മൗലിദിൽ ബലല്ല, മൗദൂഇ തോന്നിയാസം. നോക്കി നിങ്ങൾ, ഇതുവരെ ആയപ്പോൾ ഒന്നാം ഹദീസ് കഴിഞ്ഞു. ഇനിയിപ്പോ അന്തതുലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വാശറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ച് ആരംഭ നബി മനോമുഖരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിധാനത്തിലെത്തിയപ്പോ നമ്മൾ ഫാത്തിഹ സൂറത്തിൽ ഇയ്യാക നഅ്ബുദു എന്ന് അള്ളാഹുവിനോട് സംബോധനയുടെ ശൈലിയിലേക്ക് നീങ്ങിയതുപോലെ മൗലിദിന്റെ അലങ്കാര രീതിയിൽ അന്തതുലു, അങ്ങനെയുള്ള നബിയെ എന്റെ മനം നിറയെ അങ്ങാണ്, അങ്ങല്ലേ ഇപ്പോഴും ഉദിക്കുന്നു, ഞങ്ങൾക്കിടയിൽ ഇപ്പോഴുമില്ലേ അങ്ങ് തിളങ്ങുന്നു. കൽ ബുദൂർ, നല്ല കതിരോനെ പോലെ, നല്ല 14 രാവിലെ പൗർണമികളെ പോലെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പൗർണമിയെ പോലെ അങ്ങല്ലേ ഞങ്ങൾക്കിടയിൽ തിളങ്ങുന്നു. ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി, പൗർണമിയേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ തിളങ്ങുന്നല്ലോ അങ്ങ് എന്ന് സുന്ദരമായ ശൈലിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ സയ്യിദി ഖൈറൻ നബി, യാ സയ്യിദി ഖൈറൻ നബി, യാ സയ്യിദി ഖൈറൻ നബി എന്ന് ആവർത്തിച്ച് വിളിച്ചുകൊണ്ടുള്ള ഈരടികളോടുകൂടിയുള്ള സുന്ദരമായ ആരോഹണമാണ്. സുന്ദരമായൊരാരോഹണം. ഇത് സാഹിത്യ അലങ്കാരം പരിചയമുള്ള ചമൽക്കാരം തിരിയുന്ന ആർക്കും ബോധ്യപ്പെടും, വേറെ ഒരു ശൈലിയും പഠിക്കണ്ട. പക്ഷെ ഇവിടെ എത്തുമ്പോഴാണ് മങ്കൂസ് മൗലിദിന്റെ മറ്റേത് ഇങ്ങോട്ട് ഒന്നായിട്ട് ഇറങ്ങുക. ഏത് ശിർക്ക്പരമായ എല്ലാ സംഗതികളും ഇങ്ങോട്ട് ഇറങ്ങല്. എന്തേ ഇതിന് നബിനോട് ശഫാഅത്ത് ചോദിക്കണ്, പാപം പൊറുക്കലിനെ തേടാൻ പറയണ്, പാപം അങ്ങോട്ടാക്കാൻ പറയുന്നു. ഈ സോക്കേണ്ട എന്താ ചികിത്സ? ഈ സോക്കേണ്ട ചികിത്സ കുറച്ച് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ എന്ന വിഷയം ഒന്ന് പഠിക്കന്നെ. ഞാൻ ഇതേ രീതിയിലുള്ള തഖിയുദ്ദീൻ സുബിക്ക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരല്പം മീരടി നിങ്ങളൊരല്പം കേൾപ്പിച്ചാൽ നമ്മൾ മങ്കൂസ് മൗലിദിൽ സ്വീകരിക്കുന്നത് നൂറ്റാണ്ടുകളായ ഇമാമുകളും പ്രഗത്ഭരായ പണ്ഡിതന്മാരും മഹത്തുക്കളായ ഇമാമുകളും നടത്തി വരുന്ന അതേ രീതിയിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല എന്ന് നമുക്കിപ്പോൾ ബോധ്യപ്പെടും. കാരണം ഈ ഈരടികളിൽ ഇർതകബതു അലൽ ഖതാ വൈറ ഹസരിൻ വഅദദ് ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, ഈ വരിയിലാണ് വഹാബികൾ ചെന്ന് പിടിച്ച് നല്ലോണം കയറുക. ബാക്കിയുള്ളവർക്കൊക്കെ അത്ര കയറൂല, ഒരു വിളിയല്ലുള്ളൂ എന്നാ. അവസാനം വരുമ്പോ പടച്ചോനെ നീ എന്റെ പാപം പൊറുക്കണേന്ന്, പാപം പൊറുക്കണ്ടെങ്കിലും നബിക്ക് കൊടുക്കാൻ പറ്റുമോ? അത് അള്ളാന്റെ കുത്തകയല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ കുത്തകയായ ഗുണം നബിയിൽ ആരോപിച്ചിട്ട് നബിയേ എന്ന് പറഞ്ഞ് പാപത്തിന്റെ പേരിൽ അന്യായം തേടിയിരിക്കുന്നു. അതുകൊണ്ട് പാപമോചനത്തിന് നബിനോട് അർത്ഥിച്ചത് എന്തായാലും അഭൗതിക കാര്യത്തിലുള്ള സഹായം തേടലും പ്രാർത്ഥനയുമാണ്. അത് ശിർക്കാണ്, തെളിഞ്ഞ ശിർക്ക്. ആ ശിർക്ക് കുത്തി നിറഞ്ഞിരിക്കുന്നു മങ്കൂസ് മൗലിദില്. അതേ കാര്യം തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ അവർ പറഞ്ഞു. പറഞ്ഞാൽ ആരാധക നിരങ്ങൾ തഖിയുദ്ദീൻ സുബ്കി ഇബ്നു തീമിയ എന്ന് പറയുന്ന ആ പണ്ഡിതൻ തന്റെ കാലത്തിന്റെ മുൻപ് 7 നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഇമാമുകളെല്ലാം അനുവർത്തിച്ചു വന്ന വഴക്കത്തിനെതിരെ ഇത്തരം അന്യായം പറച്ചിലുകളും വിളികളും ഇത്തരം സഹായം തേടലുകളും നടത്തിയാൽ അതെല്ലാം ശിർക്കാവുന്നു എന്ന പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടിക്കുന്ന കാലത്ത് ഇബ്നു തീമിയയുടെ ഖണ്ഡിച്ചുകൊണ്ട് ഇബ്നു തീമിയക്കെതിരെ ശരിക്കും നിലകൊണ്ട മഹാനായ പണ്ഡിതനാണ് തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു മഹാനവർകൾ. നമ്മുടെ ജംഉൽ ജവാമിഇന്റെ മുസന്നിഫ് താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഷെയ്ഖുൽ മുസന്നിഫ് വാലിദുൽ മുസന്നിഫ്, മുസന്നിഫിന്റെ ഷെയ്ഖുൽ ഇസ്ലാം വാലിദുൽ മുസന്നിഫ്, മുസന്നിഫിന്റെ പിതാവ് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വാഴ്ത്തപ്പെടുന്ന മഹാൻ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ ഏതാനും ഈരടി പറഞ്ഞാൽ അത് നമ്മളും ചെയ്യുന്നതിൽ മോശമല്ലാതെ എൻ്റെ സാധാരണക്കാർക്കും വിശ്വാസികൾക്കും ഇത് മതിയാവും. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന രീതിയിൽ തന്നെ നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിച്ചതുകൊണ്ട് ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല, നിൽക്കുന്ന ഒരു പരിപാടിയിൽ